craft. It's like big hats off to the whole team and Prithviraj Sukumaran. Done a good job. And we know him. അങ്ങനെ തോന്നിയില്ല ബ്രോ, ശരിക്കും കട്ട് ചെയ്യേണ്ടതായിട്ട്. അതാ പറയുന്നത്, സിനിമയായിട്ട് കണ്ട ആ കയറി 3 മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്ത് പുറത്തിറങ്ങി. അല്ലാതെ ആരെയും മറ്റേ അങ്ങനെ പ്രാക്ടീസ് ചെയ്തൊന്നും നമ്മൾ പറഞ്ഞു തോന്നല്ല ബ്രോ. ഇങ്ങനെ തന്നെ കാണണം. മലയാളം പടമായിട്ട് നമുക്ക് തോന്നണേ ഇല്ല. വേറെ എല്ലാ ലെവലിൽ എടുത്തിരിക്കുക. ഓരോ ഫ്രെയിംസും ഒന്ന് റിച്ച് ആയിട്ടാണ് പുള്ളി എടുത്തിരിക്കണേ. വാവ്, പ്രൗഡ് ടു ബി എ മലയാളി മാൻ. സൂപ്പർ മൂവിയായിട്ട് ഇത് നെഗറ്റിവിറ്റി കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നെഗറ്റിവിറ്റി വരാനുള്ള യാതൊരു കാര്യം എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് എനിക്ക് ഒരു നെഗറ്റീവ് ഹൈപ്പ് അത്രേ ഉള്ളൂ. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കട്ട് ചെയ്യേണ്ടതായിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല മൂവി, വെരി പ്ലസന്റ് എക്സ്പീരിയൻസ്. അതെ അല്ലേ, നല്ല മൂവിയാണ്. ഒന്നുമില്ല, ഒരു കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കട്ട് ചെയ്യാന്ന് രാവിലെ ഓടി വന്നേ, പക്ഷെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അടിപൊളി. കട്ടിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഡയറക്ഷൻ സൈഡ് പിന്നെ കട്ടിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ നമുക്ക് അറിവില്ല. എന്തായാലും സൂപ്പറായിട്ട് നല്ല സിനിമയാണ്. പടം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇച്ചിരി ലാഗ് പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് സെറ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ, നല്ല നല്ല അടിപൊളി പടം, സൂപ്പർ. കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ടോ പടം? ഇല്ല, ഇതെല്ലാം നല്ല കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സിനിമയായിട്ട് കണ്ടാൽ മതി. അടിപൊളിയാണ്, നല്ല പടമായിരുന്നു. കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ടോ? കട്ട് ചെയ്തൊന്നുമില്ല. കട്ട് ചെയ്താൽ ഇതിൻ്റെ എസൻസ് എല്ലാം പോകും. നല്ല എന്താണ് അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ തന്നെ കാണിക്കുന്നതാണ് നല്ലത്. കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല. നല്ല പടമായിരുന്നു, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല നല്ല ഫ്രെയിംസ്, റിച്ച് ഫ്രെയിംസ്, ഒരു രക്ഷയില്ലായിരുന്നു. കിട്ടില്ല പടം. പിന്നെ ഇതേപോലെ മലയാളത്തിൽ പടം വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇങ്ങനത്തെ ഒരു പടം എനിക്ക് തോന്നുന്നില്ലേ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു, നല്ല പടമായിരുന്നു. താങ്ക് യു പൃഥ്വിരാജ്, താങ്ക് യു ലാലേട്ട. നല്ല പടമായിരുന്നു, അടിപൊളി. വളരെ നല്ല പടമായിരുന്നു. എന്താ പറഞ്ഞാൽ അതിൻ്റെ സ്റ്റണ്ട്സും മേക്കിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ഹോളിവുഡ് ലെവൽ ഒരു സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് മലയാളം പടത്തിൽ തന്നെ ഹോളിവുഡ് ലെവൽ സ്റ്റണ്ട്സ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും. ഹോളിവുഡ് ലെവൽ സ്റ്റണ്ട്സും മലയാളം നമ്മുടെ മലയാളം അടിയും കണ്ട്, രണ്ടും കണ്ടു. കഥയും നല്ലതുണ്ട്. കട്ടിയേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഫസ്റ്റ് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ മോഹൻലാലിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഓറ ആ ഫിലിമിൻ്റെ ആ ഒരു ഓരോ ഫ്രെയിമും ആ രീതിയിലേക്ക് പോകും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ആ ഒരു രീതിയിൽ പോയി പിന്നെ അവസാനം വില്ലനെ കൊന്നു, ആ ഒരു തന്നെ തോന്നി. അല്ലാതെ അതിനെ വേറൊരു രീതിയിലായിട്ട് കാണാൻ തോന്നിയില്ല. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇന്നലെ ഞാറക്കല്ല് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വിനീത തിയേറ്റർ, ഇവിടെ വന്ന് കാണാൻ. നാളെ കട്ടി എന്നാണ് പറയണത്. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ഹൈപ്പായിട്ട് കാണിച്ചിട്ടില്ല അതിൽ. ജസ്റ്റ് ഒരു കലാപം എന്നുള്ളൊരു ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അത് വേറെ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല.